ഭർത്താവിനെ പറ്റിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടിയ ഭാര്യയെയും കാമുകനെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടികൂടി. അങ്ങനെ തന്നെ വേണം. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്, ആ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഒന്ന് ജീവിച്ചിരുന്നിട്ട് കാര്യണ്ട. ഫെബിയ, നമ്മൾ കുറേ നേരമായി ഫോൺ ചെയ്യണം. ആരോടാണ് ഈ ഫോൺ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല നമുക്ക്. ആർക്കായി വിളിക്കണേ? കൊറേ നേരമായല്ലോ ഫോൺ അടിച്ച് കുണുക്കുണു പറഞ്ഞിട്ട്. അത് കൊറേ നേരമായല്ലോ. ഉമ്മാക്കന്നെ ആയാ മതി. എന്താ എനിക്ക് എന്റെ ഉമ്മാക്ക് വിളിക്കാൻ പാടില്ലേ? ഉമ്മ ആയാ മതി. ഞാൻ ഫോൺ ഇങ്ങോട്ട് അടിക്കാൻ നോക്കട്ടെ. നിങ്ങൾക്ക് എന്തിനു സംശയമാണോ? ഞാൻ പറഞ്ഞാണ്ട് കേട്ടാ മതി. ഫോൺ ഇങ്ങോട്ട് കൊണ്ടോ. ഇപ്പത്തെ ഒരു പെണ്ണുങ്ങളും വിശ്വസിക്കാൻ പറ്റൂല. കോട്ട് ഫോണ്. എന്നാ ഫോണ് ചെക്ക് ചെയ്. ഇതിലൊക്കെ ക്ലിയർ ആണല്ലോ. ക്ലിയർ ആയതാണ് ഇപ്പൊ നിങ്ങളെ പ്രശ്നം. ഫുള്ള് ക്ലിയർ ആക്കിയാണ്ട് വെച്ചിക്ക. ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ. ഫുള്ള് ക്ലിയർ ആയാലാണ് സംശയം കൂടുക. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? എപ്പോഴും നെഗറ്റീവ് മൈൻഡിൽ നടന്നിട്ടാണ്. എന്റെ ഫോൺ നിങ്ങൾ എടുത്താണ്ട് വെച്ചോളി. എന്നാ പിന്നെ നിങ്ങളെ സംശയമാണ് തീരുമല്ലോ. ജാതി തിന്നാനെന്തെങ്കിലും എടുത്തേക്ക്. ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ കുറുകിയിരുന്നോളും. മനസ്സിനെ പട്ടിണി കിട്ടിട്ട് ഓളൊരു ഫോൺ വിളി. ഹലോ, എന്നോട് ഞാൻ എത്ര ദിവസമായി ഇവിടെ വീട്ടിൽ CC ക്യാമറ വെക്കാൻ പറഞ്ഞിട്ട്? 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇവിടെ ക്യാമറ ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കും. ഇന്ന് തന്നെ വരണം. ഓരോരോ ചേട്ടകളോട് ഓരോരുത്തരോട് പണി പറഞ്ഞാൽ പോലും അവർക്ക് വന്ന് മര്യാദക്ക് ചെയ്യാൻ പറ്റാം. നേരല്ലോ. എടാ എന്റെ ഡീപ്പ് അടിപൊളി കേട്ടോ. ജോള് കൂടി നിൽക്കുമ്പോ ജോള് ബ്രദറാ തോന്നും. ഇതൊക്കെ പാട് സുഖല്ലേ? സുഖം കുറച്ച് കൂടുതലാടാ പന്നി. ഓരോരുത്തർക്ക് എന്തൊക്കെ അറിയണോ? ബ്രദറാണോ സിസ്റ്ററാണോ? ഫെബിയ, ഇവിടെ വാ. എന്താണ് എന്നോട് എന്റെ വാട്സപ്പിൽ DP മാറ്റാൻ പറഞ്ഞേ. അതിനെന്തൊക്കെ? നമ്മ രണ്ടാളും ഒരുമിച്ചുള്ള ഫോട്ടോയില് വെച്ചിട്ടുള്ളത്. അത് എന്തിനാ വെച്ച് നിനക്ക് നന്നായിട്ട് അറിയാം. അത് എന്റെ ഫോണിൽ വെച്ചാ പോരാ. ഇന്റെ ഫോണിൽ എന്തിനാ വെക്കണേ? നിങ്ങളെ പ്രശ്നം എന്താ? ഇന്റെ ഫോണിലുള്ള കണ്ടവന്മാര് കാണാൻ വേണ്ടിയിട്ടില്ല അന്റെ ഇന്റെ കൂടെയുള്ള ഫോട്ടോ വെച്ചിക്കണത്. നിങ്ങൾക്ക് എന്തിനാ സംശയമാണോ? ഇന്നൊന്നും ശ്വാസം വിടാൻ പോലും അയക്കൂലേ? ഞാനാണോ സംശയം ഉണ്ടാക്കണേ? സംശയം ഇജായിട്ട് ഉണ്ടാക്കണേ. ഓള് പറഞ്ഞതിന്റെ അർത്ഥം ഓൾക്ക് ഞാൻ ഡിവോഴ്സ് കൊടുത്തിട്ട് ഓളെ അയിഞ്ഞാട്ടത്തിന് വിടണം. നടക്കൂല മോളെ. ഇനി ഈ പെരീന്ന് പുറത്തേക്ക് പോണ എനിക്കൊന്ന് കാണണം. ഹലോ, ആടാ സുഖാണ്. എനിക്ക് സുഖല്ലേ? ആ കല്യാണത്തിന് വരണമെന്നൊക്കെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാലോ. ഓ, ആരോട് ഈ സംസാരിക്കണത്? എന്റെ ഫ്രണ്ട് റിയാണ്. ഏത് റിയ? മെല്ലെ സംസാരിക്കും. ഓള് കേക്കൂലേ? ഓളെന്തിനിപ്പ ഈ നേരത്തെ വിളിച്ചിക്കണേ? ഓളെന്നല്ലേ ഇവിടെ അടിക്ക ഫോണ്? ഫുൾ ടൈം ഫോണിലാണ്. ചോദിച്ചുമ്പോ ഇമ്മ അല്ലെങ്കിൽ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ആർക്കും വിളിക്കാൻ പാടില്ലേ? ജോറ് വലിയ വർത്താനം പറയേണ്ട ആവശ്യമില്ല കേട്ടാ. നീ ഇവിടെ ആർക്ക് വിളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എന്നോട് പെർമിഷൻ എടുക്കാതെ ഒരാൾക്ക് വിളിക്കാനും പാടില്ല, ഒരാളെ കോള് അറ്റൻഡ് ചെയ്യാനും പാടില്ല. ഇവിടെ ഇക്കൊന്ന് പതുക്കെ പറയും, നാട്ടില് മൊത്തം കേൾക്കും. ഇതൊക്കെ കുറച്ച് ഓവറാണ്. ഞാൻ കുറച്ച് ഓവറാണ്. നിന്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പെട്ടി പ്രധാനക്കെടുത്തോണ്ട് പിക്കോ.
എന്റെ വീട്ടിൽ നിന്ന് പൊയ്ക്കോ, എവിടുക്കാന്ന് വെച്ചാ പൊയ്ക്കോ. എടാ അളിയാ, എനിക്കൊരു ഹെൽപ്പ് വേണടാ. എൻ്റെ ഭാര്യക്ക് ഇതാ ഒരു കള്ളക്കാമുകനുണ്ട്. ആടാ സത്യറ്റും ഉണ്ട്. അല്ലെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഞാനും ഓളും കൂടി 10 വയസ്സിന് ഡിഫറൻറ്റ് ഉണ്ട്. ഇന്നെ ഓള് കല്യാണം കഴിച്ചിക്കണ തന്നെ എന്തിനാ? ഇന്നൊരു ഡെമ്മിയായിട്ട് നിർത്തിക്കാണ്ട് ഓൾക്ക് ഓളെ കാമുകൻ്റെ കൂടെ ഉല്ലസിക്കാനാണ്. അടച്ചൊക്കെ ഹെൽപ്പ് ചെയ്യോ ഇല്ലേ പറയും. എടാ എനിക്ക് ഹാക്കിംഗ് ഒക്കെ അറിയണല്ലേ. ഇജ്ജ് ഓളെ ഫോണൊന്ന് ഹാക്ക് ചെയ്തിട്ട് ഓളെ കള്ളക്കാമുകനെ എനിക്കൊന്ന് പിടിച്ചേരണം. അത് ആരാ എന്താന്നൊക്കെ എനിക്ക് അറിയണം. ഞാൻ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വിട്ടുതരാം. ഇത് കണ്ടെത്തിയിട്ട് വിളിക്കണേ. ഓക്കെ, ഒക്കെ ഞാൻ നിർത്തിത്തരാം എൻ്റെ അയിഞ്ഞാട്ടം. എന്റെ പൊന്നാരക്ക, എനിക്ക് വിളിച്ചത് എന്റെ ഫ്രണ്ട് റിയേണേ. ഞങ്ങളെ ഫ്രണ്ട് കല്യാണം വരുന്നുണ്ട്, അപ്പൊ അതിന് പോണ്ടേ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംശയിക്കണത്? പോകണ്ട. എനിക്കും പോണെന്നൊക്കെ ഉണ്ടിക്ക. എല്ലാരും വരും, എല്ലാ ഫ്രണ്ട്സുകളും ഉണ്ടാവും. ഞാനും പോട്ടെ. നിങ്ങൾക്കൊരു 1000 രൂപ തരുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി കൊടുക്കണ്ടേ? അതിനെന്തിനാ 1000 ഉറുപ്പ്യൊക്കെ? നിങ്ങൾക്ക് പരിപാടിക്കും പോണം, പൈസയും വേണം എന്നല്ലേ, രണ്ടും കൂടി നടക്കൂല. അല്ലെങ്കിൽ മനുഷ്യന്റെ കയ്യിൽ 5ന്റെ പൈസ ഇല്ലായിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോ തൽക്കാലം കല്യാണത്തിന് പോകണ്ട. ഏട്ടി പിന്നെ ഞാൻ ഉണ്ടാവില്ലട്ടോ കല്യാണത്തിന്. അല്ല ഒന്നുമില്ലടാ, അത് ഓൻ്റെ ഏതൊരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട് പറഞ്ഞിരുന്നു. അതിന്റെ ഓർമ്മ എനിക്കില്ലേന്നു. ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അത് കല്യാണക്കാർക്ക് ഓർമ്മയില്ലേന്ന്, അതുകൊണ്ടാ. നിങ്ങളെല്ലാവരും പോയിക്കൊണ്ടു. ഓക്കേടാ. കല്യാണത്തിനും കൂടി വിട്ടരാ. എന്നിട്ട് കണ്ടവന്മാരെ കൂടെ അങ്ങനെ തുള്ളി നടക്കാഞ്ഞേ. ഞാനൊന്നും കാണൂലല്ലോ, ഞാനവിടെ മൊണ്ണായിക്കാണ്ട് പെരിയിലിരിക്കല്ലേ. ഇപ്പൊ വിട്ടരാ കളിയാട്ടാ. എന്താ ഫോൺ ചെക്ക് ചെയ്യാണോ? ആണെങ്കിൽ അതിനിങ്ങനെ ചീപ്പ് പരിപാടി കാണിക്കണ്ടില്ലേന്നോ? ചോദിച്ചാ ഞാൻ തരൂലേ? തരും, എനിക്കറിയാം. അതിനുള്ള ധൈര്യം എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഫുള്ള് ചാറ്റ് ഡിലീറ്റ് ആക്കിയാണ്ടേ എനിക്ക് തന്നാലും ഞാൻ എന്താ മരക്കായ പൊട്ടനാണല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്ത സമയേ നോക്കിക്കാണ്ട് ഓനക്ക് പറഞ്ഞു കൊടുക്കലല്ലേ ജി. എന്നിട്ടല്ലേ നിങ്ങൾ കോളും ചാറ്റൊക്കെ ചെയ്യല്? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? കൊറേ ആയാലും ഒരു കാമുകനെ പറ്റി പറയണേ. നിങ്ങൾ ഏത് കാമുകനെ പറ്റിട്ടാണ് ഈ പറയണത്? എന്റെ ക്ഷമ നശിച്ചാണ്ടല്ലോ ഭർത്താവെന്ന് ഞാൻ നോക്കൂല. ഐശ്വര്യ റായിക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഈ ഒരു ഐഡിയ ഒക്കെ എന്റെ കള്ളക്കാമുകം പറഞ്ഞു തന്നാക്കാരല്ലേ. ഇവിടെ വഴക്കുണ്ടാക്കുക, അപ്പൊ ഞാൻ എന്നെ പറഞ്ഞേക്കുമല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാലോ. എന്നാലേ ഈ ഐഡിയ ഒന്നും ഇന്റെ അടുത്ത് നടക്കൂലോ. എടി ജീവിതകാലം മുഴുവണ്ടല്ലോ ഇതിന്റെ ഭാര്യയല്ല അടിമയായിട്ട് ജീവിക്കും ഇവിടെ.
ഇന്നെ പറ്റിച്ച് കണ്ട് പോണ പരിപാടി അല്ലേ? അങ്ങനെ ഇന്നെ പറ്റിച്ച് കണ്ട് ഒരുത്തന്റെ കൂടി പൊറുക്കൂല. നിങ്ങളുണ്ടല്ലോ ഒരിക്കലും നന്നാവൂല. നിങ്ങൾ അങ്ങനെ വളർത്തി വെച്ചത്. ഹലോ മാഡം. ഹലോ. പറഞ്ഞോളൂ, ഞാൻ മാഡത്തിന്റെ ഹസ്ബൻഡാണ്. മാഡം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അത് ഓക്കെ ആയിരുന്നു കേട്ടോ. നാളെ മുതൽ മാഡത്തിനോട് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറയാം. ആ ഓക്കെ. എന്നോട് ചോദിക്കാതെ ഒരു ജോലിക്ക് പോവേ? എടി ഡി, എന്നോട് പറയാതെ ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നോ? ആ ചെയ്തിരുന്നു. അങ്ങനെ അന്റെ ഇഷ്ടത്തിന് തുള്ളാനല്ല ഞാൻ ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുള്ളേ. അങ്ങനെ അന്റെ ഇഷ്ടത്തിന് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പെരി പോയിട്ട് ചെയ്തോ. ഇറങ്ങിക്കൊപ്പ തന്നെ പെട്ടെന്ന്. ഇനി അതല്ല, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ നല്ല രീതിയിൽ പോവാനാണെന്നുണ്ടെങ്കിൽ എന്റെ ജോലിയും കൊപ്പൊക്കെ ഇപ്പൊ വിളിച്ചു കണ്ട് ക്യാൻസൽ ആക്കിക്കോ. ഒരു ജോലി കല്യാണത്തിന് മുന്നേ നിങ്ങൾ ഇതൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. എത്ര വേണേലും പഠിച്ചോ ജോലിക്ക് പോയിക്കോന്നൊക്കെ അല്ലേന്നോ? കല്യാണത്തിന് മുന്നേ ഞാൻ അങ്ങനെ പലതും പറയും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ പെൺകുട്ടികളെ കാര്യം എന്ത് കഷ്ടല്ലേ. കല്യാണത്തിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ വീട്ടുകാർ പറയും കല്യാണം കഴിഞ്ഞിട്ട് പോയിക്കോ, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോന്നൊക്കെ. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമല്ല മനസ്സിലായത് ജനിച്ച വീടും സ്വന്തമല്ല, ഭർത്താവിൻ്റെ വീടും സ്വന്തമല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഇവിടുന്ന് ഇറങ്ങി പോയിക്കോന്നല്ല നിങ്ങൾ പറയല്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കായിട്ടൊരു ഇടയില്ലല്ലേ ഇവിടെ ഈ ഭൂമിയിൽ. ജീവിതകാലം മുഴുവൻ മറ്റാൾക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ. ഇപ്പോഴല്ലേ ഇതൊക്കെ മനസ്സിലായത്. ഒരുവിധം എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഇത് തന്നെയൊക്കെ. കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു, സന്തോഷവും ഇഷ്ടങ്ങളും സമാധാനവും. കല്യാണത്തിന് മുന്നേ പെരക്കാർക്ക് വേണ്ടി ജീവിക്കണം, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന് വേണ്ടി ജീവിക്കണേ, ഇനി മക്കളായി കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ജീവിക്കണേ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ സന്തോഷവും ഞങ്ങളെ സമാധാനം കണ്ടെത്താൻ ഞങ്ങൾക്ക് സമയമില്ല. ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന കുറച്ച് പെൺവർഗ്ഗങ്ങൾ. ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലേ?